ആരായി ശില്പ? അത് ഓഫീസിലുള്ള കുട്ടി, പെങ്ങളെ പോലെ ഒക്കെ തന്നിട്ടുണ്ടല്ലോ അവള്. ആയിരിക്കില്ല, ഇട്ടപ്പോ യു ആടായി വന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ സംശയം അല്ലേ? നാശത്തിലേക്കാണ് നിന്റെ പോക്ക്, നീ പോവരുത്. നീ ഞാൻ പോവാ മോനെ. എന്നാ പറ്റിയേ? എന്റെ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാ. അവിടെ നിന്റെ ആരിയ്ക്കുന്നു, അങ്ങോട്ട് കഴിയത്തില്ല. നിനക്കറിയാം 5-6 വർഷമായില്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇയാളെ എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഒരുമാതിരി നീ മറ്റേ വർത്തനം പറയരുത്. നാട്ടിലുള്ള പെമ്പിള്ളേര് മൊത്തേ മെസ്സേജ് ഇട്ടോണ്ടിരിക്കുക ഇങ്ങനെ. ഞാനിട്ടില്ലല്ലോ അങ്ങോട്ട്, ഇങ്ങോട്ടല്ലേ ഇട്ടത്. അത് പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ അനാവശ്യം പറയരുത്, നീ പറയരുത്. ഞാൻ കൊണ്ടുപോയി ചേച്ചി. നിന്റെ അടുത്ത് ഇപ്പൊ കൊണ്ടാക്കണോ ആരെങ്കിലും പറഞ്ഞപ്പോ? വേണ്ട മോനെ, നീ ബുദ്ധിമുട്ടണ്ട. ഞാൻ ആരും അല്ല ചേച്ചി, അളിയന്റെ ബൈക്ക് എടുത്തിട്ട് ഞാൻ ചേച്ചിനെ കൊണ്ടാക്കാം, എവിടെ പറഞ്ഞാൽ മതി. എന്തിന് എന്നെ കൊണ്ട് മറിച്ച് അടിക്കാനോ? ഒന്നാമത് രാത്രി നിനക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ല. ഞാൻ ആരുടെ കൂടെ പോകാം? ആർക്കാ ബാലൻസ് ഉള്ളത്? അരുടിനാണോ? അവനാ തുഴഞ്ഞഴഞ്ഞി വന്നാ ഭാഗ്യം. പറഞ്ഞേടി നിന്നെ കൊണ്ട് ഇപ്പോഴെങ്കിലും ഉപയോഗമുണ്ടായി. പൊടി മാങ്ങാത്തരച്ചി അരുണ്ട പൊടി പൊടി പോന്നീ. അപ്പൊ നാട്ടുകാര് പറയുന്നൊക്കെ അയ്യോ, അത് ഈ അസൂയക്കാര് വെറുതെ പറഞ്ഞുണ്ടാക്കണ ചേച്ചി. കരക്കാൻ മുടി, ഞാൻ നോർമലാ.